നമസ്കാരം, ഏവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ച എന്ന അക്ഷരം കൊണ്ടുള്ള ഒരു ഗാനമായാലോ. ചകിരി കൊണ്ട് കയറുണ്ടാക്കി, കയറുകൊണ്ട് ഊഞ്ഞാൽ കെട്ടി ആടിയിടാം, നമുക്ക് ഊഞ്ഞാലാടിയിടാം. ചകിരി കൊണ്ട് കയറുണ്ടാക്കി, കയറുകൊണ്ട് ഊഞ്ഞാൽ കെട്ടി ആടിയിടാം, നമുക്ക് ഊഞ്ഞാലാടിയിടാം. ചണ കൊണ്ട് ചാക്കുണ്ടാക്കി, ചാക്കിൽ നിറയെ ചക്കകളുമായി ചന്തയിൽ പോയിടാം, നമുക്ക് ചന്തയിൽ പോയിടാം. ചണ കൊണ്ട് ചാക്കുണ്ടാക്കി, ചാക്കിൽ നിറയെ ചക്കകളുമായി ചന്തയിൽ പോയിടാം, നമുക്ക് ചന്തയിൽ പോയിടാം. ചക്കകൾ വിറ്റ് കാശുമായി ചൂലും ചുരക്കയും ചപ്പാത്തിയും ചായപ്പൊടിയും ചൂരമീനും വാങ്ങിയിടാം, നമുക്ക് വാങ്ങിയിടാം. ചക്കകൾ വിറ്റ് കാശുമായി ചൂലും ചുരക്കയും ചപ്പാത്തിയും ചൂരക്കറിയും ചായപ്പൊടിയും വാങ്ങിയിടാം, നമുക്ക് വാങ്ങിയിടാം. ചോറിനൊപ്പം കഴിക്കാനായി ചുരക്കത്തോരനും ചൂരക്കറിയും ചമ്മന്തിയും വേണം. ചോറിനൊപ്പം കഴിക്കാനായി ചുരക്കത്തോരനും ചൂരക്കറിയും ചമ്മന്തിയും വേണം. ഹായ്, ചമ്മന്തിയും വേണം. ചട്ടികൾ നിറയെ ചെടി നട്ടിടാം, ചെടികൾക്കായി ചാണകവും നൽകാം. ചട്ടികൾ നിറയെ ചെടികൾ നട്ടിടാം, ചെടികൾക്കായി ചാണകവും നൽകാം. പ്രാതലിനായി ചപ്പാത്തിയും ചായയും ചട്നിയും വേണം. പ്രാതലിനായി ചപ്പാത്തിയും ചായയും ചട്നിയും വേണം. ചരൽ ചല്ലി എന്നിവ കൊണ്ട് കെട്ടിടങ്ങൾ പണിതിടാം. ചരൽ ചല്ലി എന്നിവ കൊണ്ട് കെട്ടിടങ്ങൾ പണിതിടാം, നമുക്ക് കെട്ടിടങ്ങൾ പണിതിടാം. ചിലന്തികളെ തുരത്തിയിടാനായി ചൂലുപയോഗിച്ചിടാം. ചിലന്തികളെ തുരത്തിയിടാനായി ചൂലുപയോഗിച്ചിടാം. ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം പരിണാമത്തിന് നിദാനമായി. ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം പരിണാമത്തിന് നിദാനമായി. രാജ്യത്തിൻ്റെ ചക്രം തിരിക്കാൻ ചക്രവർത്തിമാർ വേണം. രാജ്യത്തിൻ്റെ ചക്രം തിരിക്കാൻ ചക്രവർത്തിമാർ വേണം. ജീവിത വിജയം നേടാനായി ചാണക്യതന്ത്രങ്ങൾ പഠിക്കണം. ജീവിത വിജയം നേടാനായി ചാണക്യതന്ത്രങ്ങൾ പഠിക്കണം. ചാണക്യതന്ത്രങ്ങൾ പഠിക്കണം. ച എന്ന അക്ഷരം കൊണ്ടുള്ള പാട്ട് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ മീനിങ്സ് പറഞ്ഞു തരാം. ചകിരി കൊണ്ട് കയറുണ്ടാക്കി, കയറ് കൊണ്ട് ഊഞ്ഞാൽ കെട്ടി നമുക്ക് ആടാം. അതായത് നമ്മൾ കയറുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് നമ്മൾ തൊണ്ടിലെ ചകിരിയിൽ നിന്നാണ്. കയറ് ഒരു പ്രത്യേക രീതിയിൽ അത് പ്രോസസ്സ് ചെയ്താണ് കയറുണ്ടാക്കുന്നത്. അപ്പോൾ ആ കയറ് കൊണ്ട് നമ്മളെന്ത് ചെയ്യും, മരങ്ങളിലൊക്കെ ഊഞ്ഞാൽ കെട്ടി നമ്മൾ ആടി കളിക്കാറുണ്ടല്ലേ, അതാണ് അവിടെ പറയുന്നത്. പിന്നെ ചണ കൊണ്ട് ചാക്കുണ്ടാക്കി, ചണ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്, പ്ലാന്റ് പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൽ നിന്ന് ആ പ്രോഡക്റ്റിൽ നിന്ന് സസ്യത്തിൽ നിന്ന് ലഭിക്കുന്ന അത് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ചാക്കാണ് ചണച്ചാക്ക്. അപ്പോൾ ആ ചണച്ചാക്കിൽ എന്ത് കൊണ്ടുപോകാന്ന് പറയുന്നത്, ചക്കകൾ നിറച്ച് എവിടെ കൊണ്ടുപോയി വിൽക്കാം, ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാം. അപ്പോൾ ആ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളതാണ് ചൂല് അല്ലേ, അതായത് തുറപ്പാന്ന് പറയും. നമ്മളെ വൃത്തിയാക്കാൻ വേണ്ടി വീടും പരിസരവും എല്ലാം വൃത്തിയാക്കാനും വലയടിക്കാനൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നു കേട്ടോ. ഇപ്പോഴത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഈ ചൂല് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ചൂലും പിന്നെ അതുപോലെ ചപ്പൽ എന്ന് പറഞ്ഞാൽ ചെരുപ്പ്, നമുക്ക് ചെരുപ്പ് കാലിൻ്റെ സംരക്ഷണത്തിന്, നമുക്ക് പാദ സംരക്ഷണത്തിന് ചെരുപ്പ് അത്യാവശ്യമാണ്. അപ്പോൾ ചെരുപ്പും പിന്നെ അത് മാത്രമല്ല ചപ്പാത്തി നമ്മൾ കഴിക്കുന്നതാണ്. ചൂര മീൻ എന്നത് മത്സ്യം, ചൂര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്സ്യമാണ്. അപ്പോൾ അതും ചൂര മീനും. ചുരക്ക എന്നുള്ള ഒരു വെജിറ്റബിളാണ്, പച്ചക്കറിയാണ്. അപ്പോൾ ചുരക്ക തോരനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചമ്മന്തിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തേയിലപ്പൊടി, അതും നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങാം അല്ലേ. എന്നിട്ട് ചോറിനോട് കഴിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം, ചമ്മന്തി ഉണ്ടാക്കാം, ചപ്പാത്തിയോടെ കഴിക്കാൻ ചട്നി ഉണ്ടാക്കാം അല്ലേ. പിന്നെ തേയിലപ്പൊടി കൊണ്ട് ചായ ഉണ്ടാക്കാം. ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. എന്നിട്ട് എന്താ പറയുന്നത്, നമുക്ക് ചട്ടികൾ അല്ലേ, ചെടി ചട്ടിയിലാണ്
ചെടികൾ നടുന്നത്. അപ്പോൾ ചട്ടികൾ നിറയെ നമുക്ക് എന്ത് ചെയ്യാം, ചെടികൾ നടാം. ചെടികൾ നട്ടാൽ മാത്രം പോരാ, അതിനെന്ത് കൊടുക്കണം, വളം കൊടുക്കണം, ചാണകവും കൊടുക്കണം. നല്ലൊരു ഓർഗാനിക് വളമാണ് ചാണകം. പിന്നെ അത് മാത്രമല്ല, ചരലെന്ന് പറഞ്ഞാലും ചല്ലി എന്ന് പറഞ്ഞാലും ഈ ചെറിയ കല്ലുകളാണ് അല്ലേ, പാറക്കല്ലുകളാണ്. അപ്പോൾ അതെന്താണ്, ചരലിനെ നമുക്ക് എന്നിവ കൊണ്ട് നമുക്ക് ചരലും ചല്ലികളൊക്കെ കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം, കെട്ടിടങ്ങൾ പണിയാം. അപ്പോൾ വലിയ വലിയ ബിൽഡിംഗ് നിർമ്മിക്കാൻ, കോൺക്രീറ്റ് ബിൽഡിംഗ് നിർമ്മിക്കാൻ നമുക്ക് എന്ത് വേണം, ചരലും ചല്ലിയൊക്കെ വേണം. അത് മാത്രമല്ല, പ്രാതലിനായി രാവിലെ അത് നേരത്തെ പറഞ്ഞു, ചപ്പാത്തിയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ചിലന്തികളെ തുരത്തിയിടാൻ നമുക്ക് എന്ത് ചെയ്യണം, ചൂലുകൊണ്ട് നമുക്ക് വൃത്തിയാക്കാം. ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം നമ്മുടെ രാജ്യത്തിൻ്റെ മാറ്റത്തിന്, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും വളരെയേറെ സഹായിച്ചതാണ് ചക്രങ്ങളുടെ കണ്ടുപിടുത്തം. അത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയൊക്കെ പണ്ടുള്ള ആൾക്കാർ നടന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ പല തരത്തിലുള്ള വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ഇതിനൊക്കെ നമ്മളെ സഹായിച്ചത്. അത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ നേര് നയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചക്രവർത്തിമാർക്ക് കഴിയണം, രാജ്യം ഭരിക്കുന്നവർക്ക് കഴിയണം. നമുക്ക് നമ്മുടെ ജീവിത മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ജീവിത വിജയം നേടാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം. ചാണക്യ തന്ത്രങ്ങൾ നമ്മൾ പഠിക്കണം. ഓക്കെ, ഇതാണ് ഈ പാട്ടിലെ വരികളുടെ അർത്ഥം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം സ്കിപ്പ് ചെയ്ത് കാണുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവരോടും അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനിയും അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.